ജോബിൻ്റെ മമ്മിയെപ്പോലൊരാൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ അന്വേഷിച്ച് തനിക്കൊപ്പം ഈ നാട്ടിലെത്തണമെങ്കിൽ ഞങ്ങളുടെ ആ റിലേഷനെ എത്രമാത്രം ശക്തമായി ഡേസി വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. അതും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങളുടെ കാര്യം മമ്മി പറയാതിരിക്കില്ല. ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ അകൽച്ചയിൽ മമ്മി അത്രയേറെ സങ്കടപ്പെടുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സണായ ഡേസിയെ അത് അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ട് ഫാമിലിയെയും അത് എത്രമാത്രം ഉലച്ചിട്ടുണ്ടാവുമെന്ന് ജോബിനൊന്ന് ആലോചിച്ച് നോക്കൂ. മുരളി അശ്വതിയും എനിക്കും ഗീതയ്ക്കും വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നില്ല, കൂടപ്പുറപ്പുകളെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പുവിനൊപ്പമോ അതിനേക്കാൾ കൂടുതലുമാണ് ഞങ്ങൾ മാളുവിനെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ അപ്പുവിൻ്റെ മനസ്സ് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ആദ്യ സൂചന കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളെ മാനസികമായി ഒറ്റപ്പെടുത്താൻ മുരളിക്കും അശ്വതിക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഓഫ് കോഴ്സ് അവരവരുടെ സേഫ്റ്റിക്കാണ് പ്രിഫറൻസ് കൊടുത്തത്. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല ജോബി. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മുരളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അപ്പുവിൻ്റെ സ്ഥാനത്ത് മാളുമായിരുന്നെങ്കിൽ, ഞാനോ ഗീതയോ ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല അവരോട് പെരുമാറുന്നത്. പോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ. ഞാനത് ആ സ്പിരിറ്റിലേ എടുക്കുന്നുള്ളൂ. അങ്കിള് പറഞ്ഞതിനോട് ഒരു പരിധിവരെ ഞാനും യോജിക്കുന്നു. കുറച്ചുകൂടി അനുഭാവപൂർവം മാളവികയുടെ വീട്ടുകാർക്ക് പെരുമാറമായിരുന്നു. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പറഞ്ഞല്ലോ ജോബിൻ, അവരങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പരാതിയോ പരിഭവോ ഒന്നുമില്ല. ഇനിയിപ്പോ പഴയതുപോലെ എല്ലാം മറന്ന് ഒരു ഒത്തുചേരലിന് മനസ്സനുവദിക്കുന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. തികച്ചും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ പരന്ന ആ ഇരുട്ടിൽ നിന്ന് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വീണ്ടും ഞങ്ങളൊരു വെളിച്ചത്തിലേക്ക് അടുക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനിടയിൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഈ ഒരു സർവൈവലിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഡേസിയും ജോബിനെ പോലെയുള്ളവർ ഒരു കാരണമാവരുത്. സോറി അങ്കിൾ, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പുവിൻ്റെയും മാളുവിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഒരു അടഞ്ഞ അധ്യായമാണ്. അത് വീണ്ടും തുടങ്ങാനും തുടരാനും ആരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, മാളുവിൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാവും. ഞാൻ എന്തുകൊണ്ടാണ് ജോബിനോട് ഇത്ര സ്പെസിഫിക് ആയതെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിലേക്ക് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു വീഡിയോ ക്ലിപ്പ് ആരോ അയച്ചു തന്നു. ഇനി അങ്കിള് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അപ്പവും മാളുവും കൂടിയുള്ളൊരു വീഡിയോ അല്ലേ? അതെ. അങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ജോബിന് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും എന്റർടൈൻ ചെയ്യുന്നല്ലേ? സോറി അങ്കിൾ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അപൂർവയും മാളവികയും ബോധപൂർവം അവരുടെ പഴയ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്കൊരു ഉദ്ദേശവുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം. വീട്ടുകാർ തമ്മിലുള്ള അകൽച്ചയുടെ പേരിൽ കണ്ടാൽ മിണ്ടാതിരിക്കേണ്ട ശത്രുത വച്ച് പുലർത്തേണ്ട കാര്യമൊന്നും അപ്പൂനും മാളൂനും ഇല്ലെന്ന എൻ്റെ അഭിപ്രായം. നോ, അതൊന്നും ശരിയാവില്ല ജോബിൻ. മുറിച്ചു മാറ്റിയതൊക്കെ അങ്ങനെ തന്നെ തുടരട്ടെ. ഇനി അത് തുന്നിച്ചേർക്കാൻ താനായിട്ട് ശ്രമിക്കരുത്. ഞാനിപ്പോൾ ജോബിനോട് സംസാരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ എന്ന പരിഗണനയോടെയാണ്. ജോബിന് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ എനിക്ക് ആ പരിഗണന പിൻവലിക്കേണ്ടി വരും. സോ പ്ലീസ്. സി അങ്കിൾ, ഞാൻ പറഞ്ഞില്ലേ, അങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്കിൾ കരുതും പോലെ മാളൂനെയും അപ്പൂനെയും വീണ്ടും പഴയതുപോലെ ഫ്രണ്ട്സാക്കാൻ ബോധപൂർവ്വം ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ആ വീഡിയോയുടെ കാര്യം, ഞാനും മാളുവും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത്, ഞങ്ങളൊരു കോഫി കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ അവിടേക്ക് വന്നത്. രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് എന്ന നിലയ്ക്ക്
ഞാൻ അപ്പുവിനോട് സംസാരിച്ചു. സ്വാഭാവികമായും മാളൂനും ഞങ്ങളുടെ സംസാരത്തിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കോളേജിൽ വരാത്തതിനെക്കുറിച്ച് അവർ സംസാരിച്ചതെന്നാ എൻ്റെ ഓർമ്മ. അതിൽ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. പിന്നെ ആ ക്ലിപ്പ് അങ്കിളിന് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ മാളവികയുടെ അച്ഛന് കിട്ടിയിരുന്നു. അത് ഷൂട്ട് ചെയ്തതും സെൻഡ് ചെയ്തതും ഒക്കെ മറ്റാരുമല്ല. അന്ന് മാളവികയെ പ്രപ്പോസ് ചെയ്യാൻ ഒരാൾ വന്നില്ലേ, ഒരു അരുൺ ഭാസ്കർ. അയാളും അയാളുടെ ഫ്രണ്ട്സും കൂടിയാ. അയാളത് എന്തിന് എനിക്ക് അയക്കണം? ഒന്ന് ഗസ് ചെയ്താൽ അങ്കിളിന് അതിന്റെ റീസൺ പിടികിട്ടാവുന്നതേ ഉള്ളൂ. മാളവിക അരുണിന്റെ പ്രപ്പോസൽ നിരസിച്ചതിന്റെ പക പോക്കെയാണ് അയാള്. വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് അപ്പവും മാളവും ഇപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു എന്നും അതിനു പിന്നിൽ അവർക്ക് മറ്റ് ചില താല്പര്യങ്ങളാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം. അങ്കിളിനും മുരളിയങ്കിളിനും ഇത് അയച്ചു തരുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ പേരിൽ മാളും അപ്പവും ചോദ്യം ചെയ്യപ്പെടും. അതിന്റെ പേരിൽ അവർ ഫിസിക്കലി ആൻഡ് മെന്റലി ഉറപ്പായിട്ടും ടോർച്ചർ ചെയ്യപ്പെടും. അതാ അയാൾ ആഗ്രഹിക്കുന്നത്. ഒരു തരം ചീപ്പ് റിവെഞ്ച്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരു കാര്യം അങ്കിളിന് ഞാൻ ഉറപ്പ് തരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് വീട്ടുകാരും അപ്പുവിൻ്റെയും മാളുവിൻ്റെയും സൗഹൃദത്തെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ വിശ്വസിക്കൂ അങ്കിൾ, നിങ്ങളുടെ ആ പേടി 100% അടിസ്ഥാനമില്ലാത്തതാണ്. അത് എനിക്കിത്ര ഉറപ്പിച്ച് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നല്ലേ അങ്കിളിപ്പോൾ ചിന്തിക്കുന്നത്? അതിന്റെ കാരണം അങ്കിൾ അധികം വൈകാതെ മനസ്സിലാക്കും. ഓക്കെ, ഞാൻ ജോബിനെ വിശ്വസിക്കുന്നു. എങ്കിലും എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും അപ്പവും മാളവും പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് തിരിച്ചു വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒരിക്കലും ജോബിനത് പ്രോത്സാഹിപ്പിക്കരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. കഴിഞ്ഞ രണ്ടുപേരുടെയും ഡിസ്കഷൻ. ആ എങ്കിൽ വാ, രണ്ടുപേർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട ഡേസി, ഞാൻ ഇറങ്ങുക. കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പറ്റില്ല, കഴിച്ചിട്ട് പോയാൽ മതി പ്ലീസ് വിജയ്. വേണ്ട ഡേസി, പിന്നീട് ഒരിക്കലാവാം. ശരി. ജോ, ഞാനിപ്പോ വരാം, നീ എടുത്ത് കഴിക്ക. വിജയ്, ഒരു മിനിറ്റ്. പോകാൻ തിരക്കുണ്ടെന്നറിയാം, എങ്കിലും ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്യണം. എന്താ ഡേസി? ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലും ഞാൻ വിജയ് ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. തനിക്കറിയാലോ, മുൻപ് ഈ നാട്ടില് എനിക്കാകെയുള്ള ചില ബന്ധങ്ങൾ വിജയിലൂടെയാണ് എനിക്ക് കിട്ടിയത്. വേറെ ആരുടെയും കാര്യമല്ല, മുരളിയുടെയും അശ്വതിയുടെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മനസ്സിലായി. എന്തിനാണ് ഈ മുഖവര? കാര്യം എന്താണെന്ന് തുറന്നു പറഞ്ഞോളൂ. വിജയോടായതുകൊണ്ട് പറയാം, അല്ലെങ്കിലും വിജയോടാണ് ഞാൻ ഇത് ആദ്യം പറയുന്നത്. ആയിക്കോട്ടെ, സന്തോഷം. എന്താ കാര്യം? ജോബിന്റെ ഒരു പ്രൊപ്പോസലിന്റെ കാര്യാ. അവനൊരു കുട്ടിയെ ഇഷ്ടാ. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എന്നാ ചില കുഴപ്പങ്ങളുണ്ട് താനും. പക്ഷേ അതൊന്നും എന്നെയും അവനെയും ബാധിക്കുന്ന കുഴപ്പങ്ങളൊന്നുമല്ല. ഇതൊരുമാതിരി കടങ്കഥ പോലെയാണല്ലോ ഡേസി. താൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ജോബിന് ആരെയാ ഇഷ്ടം? അതുകൊണ്ടെന്താ കുഴപ്പം? കുട്ടിയെ താൻ അറിയും. മാളവിക, മാളു. അവള് നല്ല കുട്ടിയല്ലേ വിജയ്? ജോബിന് ഭയങ്കര കാര്യം അവളെ. അത് മനസ്സിലാക്കിയപ്പോ അവന്റെ ഉള്ളറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു നോക്കി. എന്റെ ഊഹം ശരിയായിരുന്നു. ചെക്കൻ അവളെ വല്ലാതങ്ങ് ബോധിച്ചിരിക്കുക. മാളുവിനും അവനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്ന് മാളു പറഞ്ഞോ? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു സാധ്യതയില്ലാതെ ജോബ് എന്നോട് ഇതേക്കുറിച്ച് പറയില്ലല്ലോ. അതുകൊണ്ടാ അവൾക്കും താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അശ്വതി മുരളിയൊക്കെ ഇതിനോട് എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. എന്താ വിജയുടെ അഭിപ്രായം? പ്രൊസീഡ് ചെയ്യുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ എന്താ അഭിപ്രായം പറയാനാ ഡേസി? മാളു നല്ല കുട്ടിയാ. തൻ്റെ മകന് യോജിക്കും.
അതിലപ്പുറം എനിക്കെന്താ പറയാൻ കഴിയാ? പോട്ടെ. VP ഇതെപ്പോ എത്തി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ വന്നതേ ഉള്ളൂ. പോയ കാര്യം എന്തായി? ജോബിനെ കണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ കാണുമല്ലോ. അതുപോലെ ഒരു എക്സ്ക്യൂസ് ജോബിനും പറഞ്ഞു, അത്ര തന്നെ. മാളുവുമായി വരുന്ന വഴിക്ക് യാദൃശ്ചികമായി അപ്പുവിനെ കണ്ടു എന്നാണ് ജോബിൻ പറയുന്നത്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ അരുണിന്റെ കൂട്ടത്തിലുള്ള ആരോ ബോധപൂർവ്വം എടുത്തതാണ് ആ വീഡിയോ ക്ലിപ്പെന്ന്. ജോബിൻ അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് VP ആരോ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പണിയാണെന്ന്. എന്നിട്ട് അതൊന്നും കേൾക്കാതെ ഉടനെ ആ പയ്യനോട് പോയി ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഡെയ്സിക്കും ജോബിനും ഒക്കെ എന്ത് തോന്നിക്കാണോ എന്തോ, ഇത് ചോദിക്കാനായിട്ട് അവിടെ പോവേണ്ടിയിരുന്നില്ല. പോയതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയാൻ കഴിഞ്ഞു. എന്ത് കാര്യം? ജോബിനും മാളുവിനോട് ഒരു ഇഷ്ടമുണ്ടത്ര. ചിലപ്പോൾ അതൊരു പ്രപ്പോസലായി വളർന്നേക്കുമെന്ന് ഡെയ്സിയുടെ സംസാരത്തിൽ തോന്നി. അല്ല, ഈ കാര്യം മുരളിക്കും അശ്വതിക്കും അറിയോ? ഡെയ്സിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവണമെങ്കിൽ അവർക്കും ഇതേക്കുറിച്ചൊന്നും അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. എന്തോ മുരളി അശ്വതിയും ഇത് അനുകൂലമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് എടുത്തൂടാ? ചുളുവിലൊരു ഡോക്ടറെ മരുമകനായി കിട്ടുന്നത് ഭാഗ്യമായിട്ടാവും അവരൊക്കെ കരുതുന്നത്. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. പയ്യൻ ഡോക്ടറാണെങ്കിലും മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അശ്വതിക്കും മുരളിക്കും ഈ ബന്ധത്തിൽ അത്ര താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. പ്രത്യേകിച്ച് ആ ഇന്ദിരാമയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇനി മുരളിക്കും അശ്വതിക്കും എതിരഭിപ്രായം ഒന്നും ഇല്ലെങ്കിൽ പോലും അവരെ തട്ടിത്തെറിപ്പിച്ച് കളയാനേ നോക്കുള്ളൂ. താൻ വിചാരിക്കുന്ന പോലെ നല്ല ഗീത കാര്യങ്ങൾ. ഇങ്ങനൊരു ബന്ധത്തിന് പിന്നിൽ അശ്വതിയുടെയും മുരളിയുടെയും മൗനസമ്മതം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ബലമായ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് മതിയായ കാരണങ്ങളും തെളിവുകളും ഉണ്ട്. അപ്പുവിൻ്റെ കാര്യം മാളുവിനെ കൊണ്ട് ജോബിനെയും ഡെയ്സിയെ അറിയിച്ചത് മുരളി അശ്വതിയും മനസ്സിലൊന്നും കാണാതെയല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. ഡെയ്സിയും നമ്മളുമായിട്ടുള്ള അടുപ്പം തുടക്കത്തിലേ ഇല്ലാതാക്കുക തന്നെയായിരുന്നു അതിന് പിന്നിലെ ഉദ്ദേശം. VP വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനെ ഡെയ്സിയും നമ്മളെയും തമ്മിൽ അകറ്റിയിട്ട് അവർക്കെന്ത് ഗുണം കിട്ടാനാ? അതുകൊണ്ട് അവർക്ക് കിട്ടിയ ഗുണം തന്നെയാണ് ഈ ബന്ധമെങ്കിലോ. മാളുവിൻ്റെ ആദ്യ പ്രപ്പോസൽ മുടങ്ങിയപ്പോൾ തന്നെ മുരളി അതിൻ്റെ പേരിൽ എത്രമാത്രം ഡിപ്രസ്ഡ് ആയിരുന്നെന്ന് നമുക്കറിയാലോ. പ്രത്യേകിച്ചും അപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. അങ്ങനെ ഒരു ബന്ധവും അവർ തമ്മിലില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് മാളുവിനെ കൊണ്ട് തന്നെ അപ്പുവിൻ്റെ കാര്യം ജോബിനെയും ഡെയ്സിയെയും അറിയിക്കാൻ അവർ മുൻകൈ എടുത്തത്. അപ്പു ഒരു ട്രാൻസ്പേഴ്സൺ ആയതുകൊണ്ടാണ് നമ്മളുമായിട്ട് പിണങ്ങിപ്പിരിയേണ്ടി വന്നതെന്ന് ഡെയ്സിയും മോനെയും ബോധ്യപ്പെടുത്തുന്നതോടുകൂടി സ്വാഭാവികമായും അവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറയുമല്ലോ. അതാവും അവർ മനസ്സിൽ കണ്ട ബുദ്ധി. എന്താ ഇപ്പൊ തനിക്കും അങ്ങനെ തോന്നുന്നില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞാൽ VPക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. മുരളിയോടും അശ്വതിയോടുള്ള ഒടുങ്ങാത്ത ദേഷ്യവും പകയാണ് VPയെ ഇങ്ങനെ കാടുകയറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. VPക്ക് ഇതെന്താ പറ്റിയത്?
സാധാരണ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളെ അല്ലല്ലോ. ഇനിയിപ്പോ ഒരു വാദത്തിന് വേണ്ടി BP പറയുന്നതെല്ലാം ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. മുരളി അശ്വതിയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അപ്പുവിന്റെ കാര്യം ഡെയ്സിയെ അറിയിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ പേരിൽ ഡെയ്സി നമ്മൾ ഒഴിവാക്കുമെന്ന് VPക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഡെയ്സിയെ കുറിച്ച് ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയാണ് ഗീത തനിക്ക് തെറ്റിയത്. നമ്മൾ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പോലെ അല്ല മറ്റുള്ളവർ ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കൺവട്ടത്ത് തന്നെ ഇല്ലേ? മുരളിക്കും അശ്വതിക്കും നമ്മളോട് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആയിക്കൂടാ? ലോകം അങ്ങനെയാ. അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഡെയ്സി പ്രപ്പോസലുമായി മുരളിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അപ്പുവിന്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാനത് മനസ്സിലെടുത്ത തീരുമാനം. ഇനി അതിലൊരു മാറ്റവും. അപ്പോ അമ്മയോടെ പോയി നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, ടൈലറുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അവിടെ പോയതായിരിക്കും. എങ്കിൽ ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വന്ന് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പെരുമാറ്റമാണിപ്പോ. എന്താ ചെയ്യാ? അമ്മയൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ചിലപ്പോൾ ചാർജ് വല്ലതും തീർന്ന് ഓഫായതായിരിക്കും. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വേണമെന്ന് വെച്ചാലല്ലേ അതൊക്കെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവൂ. ആ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. ഞാനിന്ന് നമ്മുടെ ഡെയ്സിയും ജോബിനെയും കണ്ടിരുന്നു. അവരമ്മയും മോനും കൂടി ചർച്ചിൽ പോകുന്ന വഴി വളരെ യാദൃശ്യമായിട്ട് കണ്ടതാ. പലതും സംസാരിച്ച കൂട്ടത്തിൽ ഡെയ്സി ജോബിന്റെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് എന്നോടൊന്ന് സൂചിപ്പിച്ചു. ജോബിന് മാളുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. മുരളി അശ്വതിക്ക് സമ്മതിക്കുമെന്നുള്ളൊരു ടെൻഷൻ ഡെയ്സിക്കുണ്ട്. കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാൻ? മുരളി അങ്കിളുടെയും അശ്വതി ആന്റിയുടെയും സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് മാളുവിന് ഇതിൽ താല്പര്യമുണ്ടെന്നല്ലേ ആദ്യം അറിയേണ്ടത്. മാളുവിന് സമ്മതമായിരിക്കും. അത് അച്ഛൻ എങ്ങനെ അറിയാം? മാളുവിന്റെ താല്പര്യം കൂടി അറിഞ്ഞിട്ടാവുമല്ലോ ജോബിന് ഇത് ഡെയ്സിയോട് പ്രസന്റ് ചെയ്തത്. മാളു ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിന്നോട് സൂചിപ്പിച്ചിരുന്നു? ഇല്ല. ജോബിൻ നല്ല പയ്യനാ. ആ ഇന്ദിരാമ ജാതിയുടെ കാര്യം പറഞ്ഞ് ഇടങ്ങുവലിട്ടില്ലെങ്കിൽ ചിലപ്പോ ആ പ്രപ്പോസൽ മുരളി അശ്വതിയൊക്കെ അക്സെപ്റ്റ് ചെയ്തേക്കും. ഡെയ്സി നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്തെന്ന് വെച്ച് മാളുവിന്റെ വീട്ടുകാർ ഇതൊക്കെ രഹസ്യമാക്കി വെക്കുകയുള്ളൂ. ചിലപ്പോ കല്യാണത്തിനൊരു ക്ഷണം പോലും ഉണ്ടായില്ലെന്ന് വരും. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു വെപ്പു. മാളുവിന്റെ വിവാഹത്തിന് മുമ്പ് അച്ഛൻ നിന്റെ കല്യാണം നടത്തിയിരുന്നു. ആർഭാടമായി തന്നെ. ജോലിയുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയാലും കുടുംബ പാരമ്പര്യം വെച്ച് നോക്കിയാലും ജോബിനേക്കാൾ എന്തുകൊണ്ടും മുകളിലാണ് വിവേക്. ഇങ്ങനൊരു ബന്ധം ഈ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങോട്ട് തേടി വന്നത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം നിന്റെ ഭാഗ്യമാവും. നിന്റെ പേരും പറഞ്ഞ് നമ്മൾ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ അന്തസ്സോടെ തല ഉയർത്തി പിടിച്ച് തന്നെ നമ്മൾ നിൽക്കുമ്പോൾ അതിന് ഈശ്വരനായിട്ട് കൊണ്ടുവന്ന ബന്ധമായത്. ആ, നീ ഇതൊന്നും മാളുവിനോട് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. മാളുവിൻ്റെ കാര്യം അവരായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമോ നോക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ അവരോട് പറയണോ വേണ്ടതെന്ന് തീരുമാനിക്കാം.